طبلي طب 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 طبلي. ഇത് വെറുതെ ഒരു പാട്ടല്ല, ഭരണാധികാരികളുടെ അഹങ്കാരത്തെ തകർത്ത കവിത. മിക്ക മീമുകളും ട്രോളുകളിലും നിറഞ്ഞു നിൽക്കുന്ന ആ അറബി കവിതയ്ക്ക് 1200 വർഷം പഴക്കമുണ്ട്. അഹമ്മദ് അൽ ഖഥാനി എന്ന ഗായകൻ പാടിയ ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഒരു പുരാതന അറബി കവിതയിൽ നിന്നുള്ള ഭാഗമാണ് തബ്തബി തബ്തബ്തബലി. എന്നാൽ സൗത്തു സഫരിൽ ഗുൽബുലി എന്നാണ് അറബിയിൽ ഈ കവിതയുടെ പേര്. അറബി സാഹിത്യത്തിൽ പരിജ്ഞാനമുള്ളവർക്ക് പരിചിതമാണ് സൗത്തു സഫരിൽ ഗുൽബുലി എന്ന കവിത. അബ്ബാസിദ് ഭരണ കാലഘട്ടത്തിൽ ഇതിഹാസ അറബ് കവിതയായ അൽ അസ്മായ എഴുതിയതാണ് ഈ കവിത. അറബി നാട്ടിലെ ഖലീഫയായിരുന്ന അബൂ ജാഫർ അൽ മൻസൂർ രാജാവ് നല്ല ഓർമ്മശക്തിയുള്ള മനുഷ്യനായിരുന്നു. ഒരു കവിത ഒരിക്കൽ കേട്ടാൽ അദ്ദേഹത്തിന് അത് മുഴുവൻ മനഃപ്പാഠമാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയിരിക്കെ ഖലീഫ ജനങ്ങൾക്കായി ഒരു മത്സരം നടത്തി. നാട്ടിലെ ആർക്കും ആ മത്സരത്തിൽ പങ്കെടുക്കാം. അദ്ദേഹം ഇതുവരെ കേട്ടിട്ടില്ലാത്ത കവിത എഴുതി അത് ആലപിക്കുകയും അത് ആർക്കും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ സ്വർണവും പാരിതോഷികവും നൽകി ആദരിക്കും. മത്സരത്തിനായി രാജാവിൻ്റെ കൂടെ 2 പേരുകൂടി ഉണ്ടായിരുന്നു. 2 തവണ കവിത കേട്ടാൽ മനഃപ്പാഠമാക്കുന്ന ഒരു ബാലനും 3 തവണ കേട്ടാൽ മനഃപ്പാഠമാക്കുന്ന ഒരു സ്ത്രീയും. കവിത കേട്ടതിന് ശേഷം ഖലീഫ താൻ ഇതു മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടും. ഒറ്റത്തവണ കേട്ടാൽ കവിത മനഃപ്പാഠമാക്കുന്ന ഖലീഫ കവിത ചൊല്ലും. ഖലീഫയും കവിയും ചൊല്ലുന്നത് കേട്ട്, അതായത് 2 തവണ കേട്ടാൽ മനഃപ്പാഠമാക്കുന്ന ബാലൻ അത് ചൊല്ലിക്കേൾപ്പിക്കും. ശേഷം 3 തവണ കേട്ടാൽ മനഃപ്പാഠമാക്കുന്ന സ്ത്രീയും ചൊല്ലും. അവരും അത് കൃത്യമായി ചൊല്ലിക്കേൾപ്പിക്കും. ഇതോടെ കവി തോൽവി സമ്മതിക്കും. പലരും മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും ഖലീഫയെയും കൂട്ടരെയും തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ഖലീഫയുടെ സൂത്രം മനസ്സിലാക്കിക്കൊണ്ട് വെല്ലുവിളി ഏറ്റെടുത്ത് അൽ അസ്മ എന്ന ഖലീഫ ആഴത്തിലുള്ള അർത്ഥങ്ങളും ഗൂഢമായ പദങ്ങളും പല ശബ്ദങ്ങളും ഉൾപ്പെടുത്തി ഒരു കവിത രചിച്ചുകൊണ്ട് രാജാവിനടുത്തെത്തിയത്. ആ കവിതയാണ് തബ്തബി തബ്തബലി. ഇത് മനഃപ്പാഠമാക്കുന്നത് അസാധ്യമായൊരു കാര്യമായിരുന്നു. അതോടെ രാജാവും കൂട്ടരും ഈ കവിതയ്ക്ക് മുന്നിൽ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഏതായാലും സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ ഈ പാട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത്. ആൾക്കാർ ഈ കവിത ഏറ്റെടുത്തു കഴിഞ്ഞു.